ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിനിടെ ആന ഇടയാൻ കാരണം ആനയുടെ കണ്ണിലേക്ക് ആരോ ലേസർ ലൈറ്റ് അടിച്ചതുകൊണ്ടാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. ശനിയാഴ്ച രാത്രി 9:30 ശേഷമായിരുന്നു സംഭവം. ഉത്സവ ചടങ്ങിൽ 2 വലംവയ്പ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആന ഇടഞ്ഞത്. ജീവൻ മുറുകെ പിടിച്ച് ആനയുടെ മുകളിലിരുന്ന കേശവൻ നമ്പൂതിരിയെ ഉത്സവ സമാപനത്തിന് ശേഷം ആദരിച്ചു. ഇന്നലെയുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആനയുടെ കണ്ണിലേക്ക് ലാസർ രശ്മി ആരോ അയച്ചിട്ടാണ് ആന ഇങ്ങനെ വരേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആരാണോ അതിൻ്റെ പിന്നിലെന്നോ അതിലെ അറിയാതെ കണ്ട് സംഭവിച്ചു പോയതാണോ എന്നും പറയാൻ വേണ്ടി പറ്റില്ല. വട്ടപ്പന്തലിലെ മുഴുവൻ ഭക്തജനങ്ങളും ഒരുതര വിഭ്രാന്തിയോട് കൂടിയിട്ടാണ് നിന്നിരുന്നത്. ആനപ്പുറത്തുണ്ടായിരിക്കുന്ന കേശവൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ഫലം അല്ലെങ്കിൽ അമ്മയുടെ ആ ചൈതന്യം അദ്ദേഹത്തിലേക്ക് കയറി ചെന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും 3 പ്രാവശ്യമാണ് ആന തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. നമ്മളത് കണ്ടതാ. അദ്ദേഹം ആ വിമ്മുവായിട്ട് ബാക്കിലോട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ആ തുമ്പിക്കൈ കൊണ്ട് ആനക്ക് പിടിച്ച് പുറത്തേക്ക് ചാടാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. മാനസികമായിട്ട് ആ സമയത്ത് അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ വേദന എന്തായാലും കണ്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്തായാലും അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും അന്നപൂർണേശ്വരി ദേവിയും ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏകദേശം 11 മണിയോടെയാണ് ആനയെ തളച്ചത്. 3 ആനകൾ ആണ് ഉത്സവത്തിന് വട്ടപ്പന്തലിൽ ഉണ്ടായിരുന്നത്. തിടമ്പേറ്റിയ ആനയാണ് ഇടഞ്ഞത്. ഇതോടെ വട്ടപ്പന്തലെത്തിയ ഭക്തജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടുകയും ഉത്സവം തടസ്സപ്പെടുകയും ചെയ്തു. ആനയെ തളക്കാൻ ഏറെ പണിപ്പെട്ടു. പന്തലിനുള്ളിലെ ഭണ്ഡാരവും സ്റ്റേജിൽ ഗാനമേളക്കായി സ്ഥാപിച്ച സൗണ്ട് സിസ്റ്റവും ആന നശിപ്പിച്ചു. കൂടാതെ വട്ടപ്പന്തലിന്റെ 2 തൂണുകൾ മറിച്ചിടാൻ നോക്കി. തിടമ്പുമായി ആനപ്പുറത്തുള്ള 2 പേരും ഇതേസമയം പരിഭ്രാന്തരായിരുന്നു. ശനിയാഴ്ച പറശ്ശിനി മടപ്പുര വകയുള്ള കാഴ്ചവരവും ആചാര വെടിക്കെട്ടുമാണ് ഉണ്ടായിരുന്നത്. കാഴ്ചവരവ് അമ്പലത്തിലേക്ക് എത്തുമ്പോഴാണ് ആനയിടഞ്ഞത്. ഉത്സവത്തിന്റെ അവസാന ദിവസമായതിനാൽ വലിയ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആന ഇടഞ്ഞ സംഭവത്തോടെ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഒഴിവാക്കി പകരം ശിരസിൽ തിടമ്പേറ്റിയാണ് പാപ്പിനിശ്ശേരിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.